ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോ ഇന്നലെ വൈകിട്ട് ഒരു 6:15 ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ദർശനം നടത്തിയതിനെ തുടർന്നിട്ട് അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്ര ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? അതായത് വിവേക് തായ്ക്കണ്ടി എന്ന് പറയുന്ന വിവേക് കിരണുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് ഇപ്പോഴും ഇന്നൊന്നുമല്ല. 21 വർഷം മുമ്പ് 2005 കാലഘട്ടത്തിലാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ലാവ്ലിൻ കേസിൽ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അദ്ദേഹവുമായുള്ള ബന്ധം വരുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുക, SCMS കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം മാർക്കില്ലാതെ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിൽ അദ്ദേഹം ലണ്ടനിൽ സീറ്റ് നേടുകയും ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി സീറ്റ് നേടുകയും 1 കോടി രൂപ അവിടെ ചെലവഴിച്ച് അവിടെ പഠിക്കുകയും ചെയ്തപ്പോൾ പണം എവിടുന്ന് കിട്ടി എന്ന് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഹൈക്കോടതിയിലടക്കം പെറ്റീഷൻ കൊടുത്തിരുന്നു. ലാവ്ലിൻ കേസ് കൊണ്ടുവന്നത് വേറെ പെറ്റീഷൻ കൊടുത്ത് CBI എൻക്വയറി കൊണ്ടുവന്നു. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ പഠിച്ചപ്പോഴാണ് ഇദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു 3 വർഷം. ആ സിംഗപ്പൂരിൽ എന്തിനാ പോയത്? പിണറായി വിജയൻ ലാവ്ലിൻ കേസ് തട്ടിപ്പ് നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു 98.3 കോടി രൂപ കണ്ണൂരിലെ മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു മലബാർ ക്യാൻസർ സെന്റർ എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കനേഡിയൻ ഗവൺമെന്റ് പണം കൊടുത്തിരുന്നു. ആ പണം കൊടുത്തതിൽ 12 കോടി രൂപ ഇവിടെ എത്തിയത്. ഈ 12 കോടി രൂപ എത്തിയിൽ ബാക്കി പൈസ 98.3 കോടിയിൽ 75 കോടി രൂപ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ള സ്ഥാപനത്തിലേക്കാണ് സിംഗപ്പൂരിൽ പോയത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കുകയും പിന്നെ ഇതിനെതിരെ അന്വേഷിക്കണം എന്നുള്ള കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചർച്ചാ വിഷയം, ഞാൻ അങ്ങേരുമായിട്ടുള്ള ബന്ധമാണ് പറഞ്ഞത് കേട്ടോ. ആര്? വിവേക് തായ്ക്കണ്ടി പിണറായി വിജയനായിട്ടുള്ള. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലാവ്ലിൻ കേസുമായുള്ള യുദ്ധം സുപ്രീം കോടതിയിൽ ഡെമോക്രസിന്റെ വാള് പോലെ പിണറായി വിജയന്റെ തലയ്ക്ക് മേലെ കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങളിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് വിവേക് തായ്ക്കണ്ടിയിലാണ്. 1 കൊല്ലം മുമ്പ് നമ്മുടെ തഞ്ചാവൂരിൽ സീതൽ എന്ന് പറയുന്ന ധീരയായ പത്രപ്രവർത്തക അവിടെ പോയിട്ട് അമ്മയും മോളും കൂടെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോരുന്നത് കണ്ടിരുന്നു. അത് വീഡിയോ എടുത്ത് ഭയങ്കര വിവാദമായിരുന്നു. ധീരയായ ശീതൾ ആണ് അത് പുറത്തുവിടുന്നത്. ഇവിടെ എല്ലാം ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ? അത് വിഷ്വലൈസ് ചെയ്ത മകനും വേറെ കുടുംബസമേതം പോകുമ്പോൾ ഒരു VVIP അല്ലേ എന്നുള്ള ഉദ്ദേശത്തിൽ വീഡിയോ എടുത്തപ്പോൾ അത് എടുത്ത വീഡിയോഗ്രാഫറെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അദ്ദേഹത്തിന് ഇത് വാങ്ങി എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നത്. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തുവിട്ടത്. ഇനി വേറെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ആരാണ് വന്നത്? പിണറായി വിജയന്റെ മകനാണ്. ഈ മകൻ ഗുരുവായൂരിൽ എന്തിനാ വന്ന്? പല കാര്യങ്ങളാവാം. ഒരു കാര്യം, പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വലിയ അപകടത്തിലേക്ക് പോവുകയാണ്, ഇലക്ഷൻ നടന്നിരിക്കാനും ജയിപ്പിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടിരിക്കാം. രണ്ടാമത് പിണറായി ഈ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റുപോയാൽ പിണറായി വിജയൻ മാത്രമല്ല കുടുങ്ങുക, മകനും മോളും സിസ്റ്ററും പിന്നെ അമ്മയെല്ലാം ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു തിരുട്ട് കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. പിണറായി കുടുംബം എന്ന് പറയുന്നത്, തായ്ക്കണ്ടി കുടുംബം എന്ന് പറയുന്നത് ഒരു തിരുട്ട് കുടുംബം. തിരുമ്പ കള്ളന്മാരുടെ കുടുംബമായി മാറി. അച്ഛൻ മക്കളെ തന്നെ പഠിപ്പിച്ചത് കക്കാനും മോഷ്ടിക്കാനും അത് കോടികളുള്ള പൈസയൊക്കെ സൂക്ഷിക്കാനുമാണ്. ഈ പിണറായി മോഷ്ടിച്ച പൈസയൊക്കെ മകളും മകനും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ ഷോൺ ജോർജ് തന്നെ, VC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്നെ പുറത്തുവിട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് ഇവരെ ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിണറായി വിജയന്റെ മകൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ തൊഴിലാളി വർഗ നേതാവായിട്ടോ അല്ലെങ്കിൽ സമര നേതാവായിട്ടോ പിണറായി വിജയൻ അദ്ദേഹത്തെ വളർത്തിയില്ല. പകരം കോടീശ്വരനായ മകനായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ അതാവാം. അതിലപ്പുറത്തേ ഒരു കാര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊള്ളയുടെ വിവരങ്ങൾ നമ്മളൊരു അംശമേ കേട്ടിട്ടുള്ളൂ. 1500ഓളം അമ്പലങ്ങൾ ഈ ശബരിമല ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ഈ ദേവസ്വം ബോർഡിലെ അമ്പലങ്ങളിൽ നിന്ന് താഴെക്കുടങ്ങളൊക്കെ അടിച്ചുകൊണ്ടുപോയ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പിണറായി തന്നെ കൊലാലംപൂരിൽ മകനുമായിട്ട് അവിടെ പോയത് അങ്ങനെ ഒരു താഴെക്കുടം അടങ്ങിയ ഒരു ഇറിഡിയം പവർ അടങ്ങിയ മെറ്റീരിയൽ അവിടെ കൊണ്ടുപോയി വിറ്റതായിട്ടും നമുക്ക് വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കോടാനുകോടി രൂപ പിണറായി വിജയനും മക്കളെ പേരിലും ഉണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ ശബരിമലയില് മാതിരി തന്നെ മറ്റൊരു സ്ഥലമാണ് ഗുരുവായൂർ. ഗുരുവായൂർ കൊള്ള കേസ് എന്നുള്ളൊരു
ഗുരുവായൂരിന്ന് അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ അടിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ഏത് സ്ഥലത്താണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാൻ വന്നതില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം പിണറായിന്റെ ഭരണത്തിൽ എന്തും സംഭവിക്കും. ഇനി ഒരു ഭരണം കിട്ടിയാൽ ശബരിമല കൊള്ള കഴിഞ്ഞു, ഇനി ഒരു ഗുരുവായൂർ കൊള്ള ആവാം എന്ന് കരുതിയിട്ട് വന്നതാണെങ്കിലോ പറയാൻ പറ്റുമോ? പിന്നെ അല്ലാണ്ട് ഒരാൾ വന്നപ്പോൾ ഇവർ എന്തിനാ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത്? ഒറ്റ ചോദ്യമാണ്. എന്തിന് ഫോട്ടോ എടുത്താൽ പേടിക്കണം? പിണറായി വിജയന്റെ മകനെ ഒരു ഫോട്ടോ എടുത്താൽ പേടിക്കേണ്ട ഒരാളാണോ? അയാൾക്ക് നിന്ന് കൊടുത്ത അയാളുടെ മറുപടി പറയേണ്ട അയാളെ വിശ്വാസിയാണ് എന്താ ചെയ്യേണ്ടത്? അച്ഛൻ നിരീശ്വരവാദിയാണ്, ഞാൻ വിശ്വാസിയാണ്, എന്റെ വിശ്വാസം എന്റേതാണ്, എന്റെ വ്യക്തിപരമാണ്, അദ്ദേഹത്തിന് അവകാശമുണ്ട് അമ്പലത്തിൽ പോയി വരാൻ. അപ്പൊ പിണറായി വിജയന്റെ മകനാണെങ്കിൽ വീഡിയോ എടുക്കും, അത് സ്വാഭാവികമാണ്. കാരണം ഒരു വാർത്താ പ്രാധാന്യമുള്ള ഞാനാണെങ്കിൽ എടുക്കും. കാരണം വാർത്താ പ്രാധാന്യമുള്ള സംഭവം എവിടെ കണ്ടാലും നമ്മൾ ആ കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് നോക്കും. നമ്മള് കാവൽ പട്ടികളാണെന്നാണ് പത്രപ്രവർത്തക എന്ന് പറഞ്ഞാൽ കാവൽ പട്ടിയാണെന്നല്ലേ പഠിപ്പിച്ചിരുന്നത്. നമ്മള് രാത്രിയാണെങ്കിലും കാത് കൂർപ്പിച്ചിരുന്നു. പട്ടികൾ രാത്രിയാണ് കാത് കൂർപ്പിച്ചിരിക്കുക. നമ്മൾ രാത്രിയും പകലും കാവൽ കൂർപ്പി, എവിടെയെങ്കിലും അഴിമതി നടക്കുന്നുണ്ടോ, തട്ടിപ്പുണ്ടോ, വാർത്ത എന്നാണ്. അതേപോലെ രാജു അതേപോലെ ചെയ്തു. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവിടെ വരുന്ന പല ആൾക്കാരെയും അദ്ദേഹം ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. പക്ഷെ ആ ഒരു ഫോട്ടോ എടുത്തതിന് ഇത്രയധികം രൂക്ഷമായിട്ട് മർദ്ദിച്ചു അല്ലേ അയാളെ? അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയാണ്. ഇദ്ദേഹത്തെ ഫോട്ടോ കൂടാതെ വീഡിയോ എടുത്തു, വീഡിയോ ചിത്രീകരിച്ചു. അവർ എല്ലാവരും കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വിഷയമെടുത്തു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ VIP വരുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത്. ആ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് ഡെലിറ്റ് ചെയ്യണം. നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സാധിക്കില്ല, കാരണം ഞാൻ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിൽ വെച്ചു. ആ റോഡ് എത്തിയ വഴിക്ക് ഇദ്ദേഹം എൻ്റെ കോളർ കൂട്ടിയിട്ട് എൻ്റെ പിഞ്ചിയിൽ പിടിച്ചിട്ട് പറഞ്ഞു അത് ഡെലിറ്റ് ചെയ്യാതെ നീങ്ങുന്നു പോവില്ല. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഐസം കാട്ടിയാലും ഇത് ഡെലിറ്റ് ചെയ്യുന്ന വിഷയമില്ല. ഉടൻ തന്നെ ഇയാൾ എൻ്റെ പിന്നാലെ പിടിച്ച് ഉടനെ തെക്കേ നട വരെ നടന്നു. പക്ഷെ റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ സുമേഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് വരുന്നു. അപ്പോൾ അവന് ഓടി വന്നിട്ട് എന്നെ പിടിച്ചു. ഇയാളും ഓടി വന്നപ്പോൾ ഓടി വന്ന് രണ്ടുപേരും കൂടി പിടിച്ച് എൻ്റെ കൈ തിരിക്കുന്നു, എൻ്റെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാനുള്ള ഗുസ്തി നടത്തുന്നു. അഡ്മിനിസ്ട്രേറ്റർ വന്ന ഉടനെ തന്നെ എന്നോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് പുറത്തു വിടാൻ പറ്റില്ല, വാർത്തയാക്കാൻ പറ്റില്ല. ആൾ തന്നെ എൻ്റെ ഫോൺ വാങ്ങിയിട്ട് ആൾ തന്നെ ഡെലിറ്റ് ചെയ്തു. അത് ട്രാഷിൽ നിന്നും കൂടെ ആള് മാച്ച് കളയുന്ന. ഈ വീഡിയോ എടുത്തന്നെ എന്തിനാണ് പിണറായി വിജയൻ പേടിക്കുന്നത്, മകൻ പേടിക്കുന്നത്? അതിനർത്ഥം അത് പേടിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം നാളെ ഗുരുവായൂരിൽ എന്തെങ്കിലും മോഷണം പോയാൽ ഈ വഴിക്ക് പോകുമ്പോൾ അതിന് തെളിവ് നശിപ്പിക്കണ്ടേ? ഇവിടെ വന്നു എന്നുള്ള തെളിവ് നശിപ്പിക്കണ്ടേ? ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിരിക്കാം. അദർശനായി വരികയും അദർശനായി പോവുക എന്ന ഉദ്ദേശമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പിണറായി വിജയന്റെ മകൻ എന്താ കൊമ്പുണ്ട്? അവിടെ പ്രത്യേകതയുണ്ടോ? ഇല്ലല്ലോ. പിണറായി വിജയന്റെ മകൻ എന്ന് പറയുന്ന ഭക്തൻ മാത്രമാണ് അവിടെ വരുന്നത്. അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഏതെങ്കിലും ആള് വലിയവനോ ചെറിയവനോ ഉണ്ടോ? ഏത് പാമരനും ഏത് സമ്പന്നനും ആരാണ്? അവിടെ തുല്യരാണ്. അപ്പൊ ഏറ്റവും വലിയ ദരിദ്രനായാലും അതേപോലെ കോടീശ്വരനായാലും ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇദ്ദേഹം ഒരു VIP ആയിട്ട് മുഖ്യമന്ത്രിയുടെ മകനെ വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ കയറി അടിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ബലമായ സംശയം നമ്മളെ ശബരിമല അയ്യപ്പനെ പോലെ അവിടെയുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ടുപോയ പോലെ, അവിടുത്തെ വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോയ പോലെ ഇവിടെയും അടിച്ചു കൊണ്ടുപോയതായിരിക്കാം. വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ശങ്കരാടി പറഞ്ഞിട്ടുള്ള കാര്യം. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം. സന്ദേശം സിനിമയില് ശ്രീനിവാസനോട് പറയുന്നത് എന്താ പറയുക? ശ്രീനിവാസൻ പറയുന്നത് എന്താ വെച്ചാൽ, ശ്രീനിവാസനോട് പറയുക അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പം ശ്രീനിവാസൻ പറയുന്നത് എന്താ, എന്നെ കല്യാണം കഴിക്കാൻ അനുവദിക്കണം, അപ്പൊ അതും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ അമ്പലത്തിൽ പോകണമൊക്കെ എനിക്ക് അറിയാം എന്ന് പറയാണ്. അതെങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാനും പോവാറുണ്ട്, നിങ്ങളും പോവാറുണ്ട്, അതുകൊണ്ടാണ് കാണുന്നത്. അത് ഇതൊക്കെ അമ്പലങ്ങളിൽ പോവാന്ന് നിരീശ്വരവാദികളല്ലേ? ഇവര് നിരീശ്വരവാദികളാണെന്നാണ്, ഇവര് ഈശ്വര വിശ്വാസികളാണ് പോകുന്നത്. ഒളിച്ചും പതുങ്ങി സഖാക്കള് പിണറായി വിജയൻ അടക്കം അമ്പലത്തിൽ പോവാറുണ്ടെന്നാണ് പറഞ്ഞ അർത്ഥം.
അങ്ങനെ പോകുന്ന മകനും പോയ സ്ഥിതിക്ക് മകളും പോയി ഭാര്യയും പോയ സ്ഥിതിക്ക് പിണറായിയും പോകുന്നുണ്ടാവും, നമ്മൾ കാണുന്നില്ല. അപ്പോ മകനെ പിടിക്കപ്പെട്ടത് അതേപോലെ ആരും അറിയരുത് എന്നുള്ളത് ചിന്താഗതി ഉണ്ട്. പുറമേയുള്ള കാപട്യമാണത്. ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയാ, എല്ലാ ഈശ്വര വിശ്വാസവും ഉണ്ട്. അതാണ് മകന്റെ കാര്യത്തിൽ ഇപ്പൊ ഉണ്ടായത്. എന്താണോ ശങ്കരാടി പറഞ്ഞത് അങ്ങനെയാകാം. കാരണം കാപട്യമാണല്ലോ പിണറായി വിജയന്റെ ഏറ്റവും പ്രധാന മുഖമുദ്ര. വാ തുറന്നാൽ നോണയെ പറയുള്ളൂ. അപ്പൊ നുണ മാത്രം പ്രവർത്തിക്കുന്നു, കള്ളം മാത്രം പ്രവർത്തിക്കുന്നു, കൊള്ള മാത്രം ചെയ്ത് തട്ടിപ്പ് മാത്രം നടത്തുന്ന പിണറായി വിജയന്റെ ശരിയായ മകനാണ് ആര്? വിവേക് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ക്വാളിറ്റി അധികം തെളിയിക്കണ്ടേ? പിണറായി വിജയൻ കൊള്ളക്കാരനാണെങ്കിൽ കൊള്ളക്കാരന്റെ മകനാണ് ഞാൻ, കള്ളം മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് കൃത്യമായി തെളിയിക്കുമ്പോഴാണല്ലോ പിണറായി വിജയൻ മോനാവുന്നത്. അല്ലെങ്കിൽ വാ എന്റെ ഫോട്ടോ എടുത്താന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മോനാവോ? ഇല്ല. അപ്പൊ അതാണ് കാര്യം. അങ്ങനെയാവാം, രണ്ട് തരത്തിലാവാം. വിശ്വാസം ഉണ്ടെന്നുള്ള ലോകം അറിഞ്ഞാൽ അവരുടെ ഇന്നലെ വരെയുണ്ടായിരുന്ന ഇമേജ് തകർന്ന് തരിപ്പണമായി തീരും. മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി എന്നുള്ള പേരിൽ കേരളത്തിൽ നവോത്ഥാനം മതിലുണ്ടാക്കിയ ആളാണ് ഒരു പിണറായി വിജയൻ. ഇപ്പൊ അവസാനം കാല് പിടിക്കുകയാണ് ജനങ്ങളെ. അപ്പോൾ ആ മതിലുണ്ടാക്കിയ അവസാനം എന്തുണ്ടായി? പിണറായി വിജയൻ നവോത്ഥാന നായകനായില്ല, തട്ടിപ്പിനറിയ വലിയ കള്ളനാണെന്ന് തെളിയും ചെയ്തു. മാത്രമല്ല ശബരിമല കൊള്ള ചെയ്തെന്ന് പുറത്തു വന്നു. ഇതേപോലെ മകൻ നിന്നത് ഒന്നുകിൽ ശബരിമല ഗുരുവായൂരിൽ എന്തെങ്കിലും അടിച്ചെടുക്കാനാവാം, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണെന്ന് ലോകം അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും മോൻ്റെയും ഇമേജ്, മോൻ ഇമേജ് ഇല്ല അല്ലെങ്കിലും അച്ഛൻ്റെ അല്ലെങ്കിലും പോയി, ഇപ്പം രണ്ടുപേരെയും ഉള്ളതും കൂടി ഇല്ലാതാവും എന്നുള്ള പേടിയിൽ ഉണ്ടായ സംഭവമായിരിക്കാം എന്ന് നമുക്ക് കരുതാം.